പാതിരാ പാർവണമഞ്ജരി ഉമയുടെ ഹരനായി പാതി നിറഞ്ഞു നീ. ഹിമഗംഗ ചൂടിയ തിങ്കൾ കലാധര പാതിരാ പാർവണമഞ്ജരി ഉമയുടെ ഹരനായി പാതി നിറഞ്ഞു നീ. It's like we are very good friends now. So whenever he calls, he says, "Okay, we are shooting this schedule," and I'm like, okay, I'm coming." Because the kind of comfort an actor wants to be on set and create more free, that is always there with Manoj sir. And even I also learned while shooting this. Like love is not just about a male female thing. It's like every song when I'm listening, I feel that it can also be for God. And there is something like Radha Krishna story we have told through a song, and that I felt like the moment you start seeing one person like your God or a giver, the life becomes very beautiful. And that thought came through that song, and it stayed with me forever. So thank you so much for making me part of this project. And Imam, please be here. വിൻഡോ കൊടുക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ആക്ട്രസ് ആയിട്ടുള്ള ലത ദൈസ് മാമിനെയാണ്. മനു സർ പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും തന്നതയുടെ പ്രിയ സുഹൃത്തും സംഗീത സംവിധായകനുമായിട്ടുള്ള റനിൽ ഗൗതം, അതുപോലെ നമ്മളെ പ്രിയങ്കരനായ ഡയറക്ടർ മനു ഗോവിന്ദേട്ടൻ, എല്ലാവർക്കും ബാക്കി മഹാപ്രതിഭകൾക്കും എല്ലാവരും പേര് എനിക്ക് ഓർമ്മയില്ല, മഹാപ്രതിഭകൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കാട്ടുപൂവ് എന്ന ആ ഒരു കവിതയിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത്. ശ്രീ റനിൽ ഗൗതാണ് അതിൻ്റെ മ്യൂസിക് ചെയ്ത്, വിനോദ് പൂവക്കോട് ആണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി 2 വരി ഞാനത് പാടാം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമൊടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ കൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. താങ്ക് യു. ഈ 2 വരി ഫിലിം, ഇത്രയും നല്ലൊരു പാട്ട് ഈ ഫിലിമിൽ എനിക്ക് തന്നതിന് ഒരിക്കൽ കൂടി മനോട്ടനും ഗൗതത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും നന്ദി പറയുന്നു. മായ തൻ മധുസൂദന കാർമുകിൽ വർണ്ണ നിന്നെ കാണുവാൻ ഞാൻ ഇന്നലയുന്നു. മായ തൻ മധുസൂദന കാർമുകിൽ വർണ്ണ
കണ്ണാ നിന്നെ കാണുവാൻ ഞാൻ ഇന്നലയുന്നു. വേണുവിന്നാദം കേൾക്കേ മാനസം തന്നിൽ മേവും കമനീയ രൂപം കാണുന്നു ഞാൻ. കമനീയ രൂപം കാണുന്നു. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ. ഇതിനു മുന്നേ നമ്മുടെ ഹിമഗംഗ ചൂടിയെന്ന പാട്ട് പാടിയ ചിത്രാരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചിത്രാറിനെ എല്ലാവർക്കും അറിയാം. ചിത്രാറിന് ഒരു മൊമെന്റ് വളരെ വൈകിയാണ് വന്നത്. പുള്ളിക്കാരെ കണ്ണൂർ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് വരികയായിരുന്നു. ആ പാട്ട് എഴുതിയിരിക്കുന്നത് മുരളീധരൻ. എനിക്ക് പാട്ടുകളെല്ലാം കേട്ടു. ഗംഭീരം, ഒരു തർക്കവുമില്ല. ഗംഭീര പാട്ടുകൾ. ഈ വരികൾ, അർത്ഥമില്ലാത്ത വരികൾ എങ്ങനെയൊക്കെയോ വാരിക്കൂട്ടി എഴുതുന്ന ഒരു സംവിധാനമല്ല ഇവിടെ കണ്ടത്. നല്ല ഗംഭീര സാഹിത്യ ഭംഗിയുള്ള എല്ലാ പാട്ടുകൾക്കും നല്ല സാഹിത്യ ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഞാനത് പറയുകയായിരുന്നു. മാത്രമല്ല, സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്രതീക്ഷിച്ചത് ഒരു ഓർക്കസ്ട്രയുടെ അതിപ്രസരത്തിൽ കയറി വെറുതെ ഹൈപ്പിച്ചിൽ പോയിട്ട് താഴേക്ക് വരുന്ന ഒരു സംഗീത രീതിയുണ്ട് ഇപ്പോ. അതല്ല, വളരെ മനോഹരമായ സംഗീതത്തിന്റെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഗംഭീരമായിട്ടുണ്ട്. നല്ല ഓർക്കസ്ട്രൈസേഷൻ. നമുക്കൊരു അനീസിനെസ് തോന്നിയില്ല അല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നിയില്ല. ഇനി എനിക്കൊരു സംശയമുള്ളത് താങ്കളോട്, ഡയറക്ടറോട്. വൈ നോട്ട് എന്ന ചിത്രത്തിൽ, അതായത് ഇംഗ്ലീഷ് വേർഷനിൽ ഈ മലയാളം പാട്ടുകൾ ഉണ്ടാകുമോ? അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? വൈനോട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ മലയാളം പാട്ടുകൾ ഉണ്ടാവില്ല. ഒരു 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 പാട്ട് മാത്രമാണ് വൈനോട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ ഉണ്ടാകുന്നത്. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഒരു ക്യാരക്ടർ കേരളത്തിൽ നിന്നും വന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവരുടെ ഒരു പാട്ട് മാത്രമാണ് നമ്മൾ വൈനോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിന്ദിയാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദി ഉണ്ടാവും, കാരണം അതിന് പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം അതിലത്തെ ആ ക്യാരക്ടർ ലീന, അവര് ദുബായില് ഒരു ഡാൻസ് ബാറിലെ ഒരു ഡാൻസറാണ്. നമുക്കറിയാം ഈ ദുബായിലൊക്കെ ഡാൻസ് ബാറുകളിൽ ഹിന്ദി, ചിലപ്പോ ഈവൺ തമിഴ് പോലും പാടുന്ന ഡാൻസ് ബാറുകളും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഡാൻസ് ബാറിന്റെ ആ ഒരു ഇത് ഞാനിവിടെ കോർപ്പറേറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ആ വൈനോട്ട് എന്ന് പറയുന്ന അന്തരീക്ഷ മൂവിനെ നമ്മൾ മലയാളത്തിൽ പ്യാറിലേക്ക് വരുമ്പോൾ അത് ബ്ലൻഡ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് യൂണിറ്റിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് 2 പേരാണ്. പിന്നെ ഇതിന്റെ വസ്ത്രാലങ്കാരം ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആർട്ട് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് അതേസമയം ഒട്ടും മോശമില്ലാത്ത വ്യക്തി, നല്ല ഏറ്റവും നല്ല ക്യാമറയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ക്യാമറ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള
2 ഭാഷകളിൽ എടുക്കാനായിട്ട് സാധിച്ചു. 10 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ആകെ കൂടി 9 പേര് മാത്രമാണ് ഈ ക്രൂവിലുണ്ടായത്. ദിനേശിന് അങ്ങനത്തെ കൊടുത്തില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ മനോജിനോട് സംസാരിക്കുമായിരുന്നു. തീർച്ചയായും എന്റെ എല്ലാ സിനിമകളും നെടുന്തൂണായിട്ട് ദിനേശ് ചേട്ടൻ ഉണ്ടാവും. ദിനേശ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു എല്ലാരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് നന്ദി പറയാനുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ പ്രദീപ്. പ്രദീപ് ആക്ച്വലി 24 ന്യൂസിലെ വാർത്താ അവതാരകനായിരുന്നു. ഒരു 20-25 വർഷത്തോളം മാധ്യമ രംഗത്ത് പല കൈരളി ചാനൽ തുടങ്ങി 24 ന്യൂസ് വരെ എത്തി നിന്ന ശ്രീ പ്രദീപ് ഇപ്പോൾ നമ്മുടെ ശ്രീകുമാർ മേനോൻ സാറിന്റെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒടിയൻ സിനിമ എല്ലാം സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീകുമാർ മേനോൻ സാറിന്റെ പുഷ് എന്ന കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എപ്പോഴും ഞാൻ ഇതിന്റെ എന്താ പറയാ പബ്ലിസിറ്റിയുമായിട്ട് പറയുമ്പോൾ ആദ്യം എല്ലാ പബ്ലിസിറ്റി അയച്ചു കൊടുക്കുന്നത് ശ്രീ പ്രദീപിനായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊരു വേദിയിൽ വന്ന് നിൽക്കുന്നത്. ആക്ച്വലി എന്തായാലും വളരെ നല്ല പ്രഗത്ഭരായിട്ടുള്ള കുറെ ആളുകളുടെ കൂടെ ഓഡിയൻസ് ആയിട്ടിരിക്കാനല്ല, അതൊരു പാർട്ടാകാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. ചെറിയൊരു പീസ് പാടാൻ വേണ്ടി വിളിച്ചിരുന്നു. ശുദ്ധി വിളിച്ചിട്ടുള്ള പരസ്യമായിരുന്നു. അന്ന് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ പാടണം എന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. 2 വരിയുള്ള പാടാനുള്ളതാണ്. പക്ഷെ എങ്ങനെ തലവത്തി പറഞ്ഞിട്ടുണ്ട് ആ ഫീല് കിട്ടില്ല. വെളിച്ചെണ്ണയ്ക്ക് ഒരു ഫീല് വരാനുണ്ട്. വെളിച്ചെണ്ണ പറയണതിൻ്റെ ഒരു ഫീൽ. അപ്പൊ ഞാനാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് എന്ത് ഫീലാണ് ഞാൻ കൊടുക്കുക. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് കുറെ വർക്കുകൾക്ക് വെള്ളേൻ്റെ കൂടെ കൂടാൻ പറ്റിൻ്റെ ഇതിനൊന്നും പാടുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കേൾക്കേണ്ടി വന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്നെ വളർത്തിയതിലൊക്കെ ഒരു പങ്കുള്ള മനുഷ്യനാണ് എനിക്കുള്ളത്. ഒരുപാട് സന്തോഷം. ഹിമഗംഗ ചൂടിയ തിങ്കൾ കലാധരം പാതിര പാർവണ മഞ്ജരി ഉമയുടെ ഹരനായി പാതി നിറഞ്ഞു. ഹിമഗംഗ ചൂടിയ തിങ്കൾ കലാ